കണ്ണൂരിലെ തലശ്ശേരി വികസന വേദിയുടെ ഓപ്പൺ ഫോറം ചർച്ചയ്ക്ക് അനുമതി നിഷേധിച്ചു. തലശ്ശേരി ബ്രണ്ണൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടത്താൻ നിശ്ചയിച്ച പരിപാടിക്കാണ് അവസാന നിമിഷം അനുമതി നിഷേധിച്ചത്. ഇടതു ഭരണത്തിലുള്ള നഗരസഭയുടെ പ്രവർത്തനം വിലയിരുത്തപ്പെടും എന്നതിനാലാണ് സ്വതന്ത്ര സംഘടനയുടെ ചർച്ചയ്ക്ക് അനുമതി നിഷേധിച്ചത്. സ്ഥലം MLA ആയ സ്പീക്കർ AN ഷംസീറിന്റെ ഓഫീസിൽ നിന്നുള്ള നിർദ്ദേശത്തെ തുടർന്നാണ് സ്കൂൾ അധികൃതർ അനുമതി നിഷേധിച്ചതെന്നും ആരോപണം ഉയർന്നു. അതൊന്ന് കേൾക്കാം. കഴിഞ്ഞ ഒരു ആഴ്ച മുമ്പ് തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് തലശ്ശേരി ഗവൺമെൻറ് ബ്രണ്ണൻ ഹയർ സെക്കൻഡറി സ്കൂളായിട്ട് നമ്മുടെ തന്നെ ആളായിട്ടുള്ള ദിലീപ് മാസ്റ്ററും നമ്മളൊക്കെ പോയിട്ട് അവിടെ ഹെഡ് മിസ്ട്രസിനെ കണ്ടു, പ്രിൻസിപ്പാളിനെ കണ്ടു, അതേപോലെ തന്നെ മുനിസിപ്പൽ ചെയർപേഴ്സണിന് ഒരു കത്ത് കൊടുക്കണം എന്ന് പറഞ്ഞാൽ അവർക്കും കൊടുത്തു. നമ്മൾ ഇന്നലെ അവിടെ വാടക സാധനങ്ങളും കാര്യങ്ങളെല്ലാം ആയിട്ട് ഇന്നലെ രാത്രി 9 മണി വരെ അവിടെ ഉണ്ടായിരുന്നു. അവിടെ ബാനറൊക്കെ തൂക്കി സ്റ്റേജ് കർട്ടനൊക്കെ കെട്ടി കസേരയോ ജനറേറ്ററൊക്കെ കൊണ്ടുവച്ചത്. ഇന്ന് രാവിലെയും അവിടുത്തെ വർക്ക് എത്തി. നമ്മൾ രാവിലെ 8 മണിക്കെത്തി. ഇതിൻ്റെ മോഡറേറ്ററായിട്ട് ഡോക്ടർ രാജീവ് നമ്പ്യാറാണ്. അതേപോലെ തന്നെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ നമ്മൾ നിശ്ചയിച്ചത് KK മാരാർ. അവരും ഏകദേശം എല്ലാവരും എത്തുന്ന സമയത്താണ് ഈ പരിപാടി നടത്താൻ അനുവദിക്കാൻ പറ്റില്ല എന്ന് സ്കൂൾ അധികൃതർ പറയുന്നു. സ്കൂൾ അധികൃതരുടെ മേലെ സമ്മർദ്ദം ഉണ്ടായിട്ടുണ്ട്. ആ സമ്മർദ്ദത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അന്വേഷിച്ചപ്പോഴാണ് മുനിസിപ്പൽ ഓഫീസിൽ നിന്നും സ്പീക്കർ ഓഫീസിൽ നിന്നും ഇങ്ങനെ അറിയിച്ചിട്ടുണ്ടെന്നുള്ള അറിയാൻ കഴിഞ്ഞത്. ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ നൽകാൻ ഞങ്ങളുടെ പ്രതിനിധി മിഥുൻ ചേരുന്നുണ്ട്. മിഥുൻ, ഗുഡ് ഈവനിങ്. എന്താണ് AN ഷംസീറിന് ഇത്ര ഭയം? ഇടത് ഭരണത്തിലുള്ള നഗരസഭയുടെ പ്രവർത്തനങ്ങളൊക്കെ വിലയിരുത്തപ്പെടുന്നത് കൊണ്ടാണോ ഈ അനുമതി നിഷേധിച്ചത് ഓപ്പൺ ഫോറത്തിന്? മിഥുൻ. ഗുഡ് ഈവനിങ് അശ്വതി. നമുക്കറിയാം, തലശ്ശേരി നഗരസഭ എന്ന് പറയുന്നത് സംസ്ഥാനത്ത് തന്നെ രൂപം കൊണ്ട ആദ്യത്തെ നഗരസഭകളിൽ ഒന്നാണ്. ഏതാണ്ട് പതിറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും ഇന്നും അതേ ഒരു സാഹചര്യത്തിൽ തലശ്ശേരി നഗരസഭ തുടരുകയാണ്. ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് സ്വാഭാവികമായും അവിടെ ഈ തലശ്ശേരി വികസന വേദി എന്ന് പറയുന്ന തലശ്ശേരിയുടെ വികസന കാര്യങ്ങൾ എല്ലാ കാലത്തും ചർച്ചയാക്കിയെന്നൊരു കൂട്ടായ്മയാണ്. ആ കൂട്ടായ്മയുടെ ഭാഗമായി തലശ്ശേരി വികസന വേദി ഒരു ഓപ്പൺ ഫോറം എന്നൊരു ചർച്ച സംഘടിപ്പിക്കുകയായിരുന്നു. ആ ചർച്ചയുടെ ഭാഗമായി തലശ്ശേരി ബ്രണ്ണൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ അവർ പരിപാടി നിശ്ചയിക്കുകയും സ്കൂൾ അധികൃതരുടെ ഭാഗത്തു നിന്ന് അനുമതി വാങ്ങുകയും ചെയ്തിരുന്നു. ഇന്നലെ വൈകിട്ടോടുകൂടി തന്നെ ഈ പരിപാടിക്ക് ആവശ്യമായ സാധന സാമഗ്രികളൊക്കെ അവിടെ ഇറക്കുകയും ഇന്ന് രാവിലെ അവർ ഈ പരിപാടിക്കായി ആളുകളൊക്കെ തന്നെ അവിടെ ചെല്ലുകയും ചെയ്തു. പൊടുന്നനെയാണ് ഈ പരിപാടിക്ക് അനുമതിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് സ്കൂൾ അധികൃതർ രംഗത്ത് വരുന്നത്. തുടർന്ന് ഈ തലശ്ശേരി വികസന വേദിയുടെ ആളുകൾ അന്വേഷിച്ചപ്പോഴാണ് ഇത് തലശ്ശേരി MLAയും അതുപോലെ തന്നെ സ്പീക്കറുമായ AN ഷംസീറിൻ്റെ ഓഫീസിൽ നിന്ന് കൃത്യമായ ഇടപെടൽ ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട്. കൂടാതെ തലശ്ശേരി നഗരസഭ ചെയർപേഴ്സണായ ജമുന റാണി ഈ സ്കൂൾ അധികൃതരെ വിളിച്ച് ഇത്തരത്തിൽ പരിപാടിക്ക് അനുമതി കൊടുക്കരുതെന്ന് ആവശ്യപ്പെട്ടുവെന്നോ എന്നൊരു വിവരം കൂടി പുറത്തു വരുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ആ പരിപാടിക്ക് അനുമതി ഇല്ലാത്തതിനെ തുടർന്ന് ഈ വികസനവേദി പ്രവർത്തകർക്ക് പരിപാടി നടത്താനാകാതെ മടങ്ങിപ്പോകേണ്ട ഒരു സ്ഥിതിവിശേഷമുണ്ടായി. മാത്രമല്ല, വിവിധ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധികളൊക്കെ ഈ പരിപാടിയിൽ പങ്കെടുക്കാനായി അവിടേക്ക് വിളിച്ചു വരുത്തിയിരുന്നു. അവരും അവിടെ നിന്ന് മടങ്ങിപ്പോകേണ്ട ഒരു സ്ഥിതിവിശേഷമാണ് ഉണ്ടായത്. ഏതായാലും എന്താണ് ഈ സർക്കാർ ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ ഈ MLA ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇടപെടാൻ ഉണ്ടായൊരു സാഹചര്യം എന്താണെന്നതിനെ കുറിച്ച് വലിയ സംശയം തന്നെ നിലനിൽക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് വികസന കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന പരിപാടി സംഘടിപ്പിക്കേണ്ടതില്ല എന്ന് സ്ഥലം MLA കൂടിയായ AN ഷംസീറിന്റെ ഓഫീസിൽ നിന്ന് വിളിച്ചു പറഞ്ഞത് എന്നൊരു ചോദ്യം തന്നെയാണ് ഈ വികസന വേദിയുടെ പ്രവർത്തകർ ഉന്നയിക്കുന്നത്. മാത്രമല്ല, അടുക്കുകയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഓപ്പൺ ഫോറം ചർച്ചകളൊക്കെ ആവശ്യമാണ്, അനിവാര്യമാണ്. അടുത്ത വർഷം അല്ലെങ്കിൽ വരും ഭരണമാറ്റം ഉണ്ടാകുമ്പോൾ അവിടെ തീർച്ചയായും ഉണ്ടാകേണ്ട വികസനങ്ങളുണ്ട്. അപ്പോൾ അതിന് മുന്നോടിയായി ഇത്തരം ചർച്ചകൾ അനിവാര്യമാണ്. AN ഷംസീർ എന്താണ് ഈ അവസാന ഘട്ടത്തിൽ ഈ അനുമതി നിഷേധിക്കാനുള്ള കാരണം? മിഥുൻ. ഈ വിഷയവുമായി ബന്ധപ്പെട്ട BJP ഉൾപ്പെടെ ഗുരുതരമായ ആരോപണവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. കാരണം തലശ്ശേരി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വലിയ വികസന മുരടിപ്പ് അല്ലെങ്കിൽ ഒരുപാട് വികസന പ്രശ്നങ്ങൾ നേരിടുന്നൊരു ആരോപണം കാലങ്ങളായി തന്നെയുണ്ട്. ആ കാര്യങ്ങളൊക്കെ തന്നെ ഈ ഓപ്പൺ ഫോറത്തിൽ ചർച്ചയാവുകയും അത് തെരഞ്ഞെടുപ്പിൽ അത് CPM-നെതിരായി വരുമെന്നൊരു ഭയം അവർക്കുണ്ട്. അതുകൊണ്ടാണ് ഈ ഓപ്പൺ ഫോറം ചർച്ചയ്ക്ക് അവർ അനുമതി നിഷേധിച്ചെന്നൊരു ആരോപണവുമായി BJP രംഗത്ത് വന്നിട്ടുണ്ട്. ഈ ഓപ്പൺ ഫോറം ചർച്ച വികസന കാര്യങ്ങൾ ചർച്ച ചെയ്യുമെന്നതുകൊണ്ട് തന്നെയാണ് അനുമതി നിഷേധിച്ചെന്നൊരു ഗുരുതരമായ ആരോപണം തന്നെയാണ് BJP നേതൃത്വം ഉൾപ്പെടെ ഉന്നയിക്കുന്നത്. മാത്രമല്ല, കാലങ്ങളായി അവിടെ പ്രവർത്തിച്ചു വരുന്ന ഒരു സംഘടനയ്ക്ക് എന്തിനാണ് ഇങ്ങനെയൊരു ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട ചർച്ച നടത്താൻ വരുമ്പോൾ ഈ ഒരു വിലക്ക് ഏർപ്പെടുത്തുന്ന ഒരു ചോദ്യം തന്നെയാണ് പ്രധാനമായും ഉയരുന്നത്. ഏതായാലും സംഭവവുമായി ബന്ധപ്പെട്ട തലശ്ശേരി ഉൾപ്പെടെ വലിയ പ്രതിഷേധം ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരികയും ചെയ്യുന്നുണ്ട്. അശ്വതി. തീർച്ചയായും മിഥുൻ, കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. മിഥുനാണ് വിവരങ്ങൾ നൽകിയത്. കണ്ണൂരിലെ തലശ്ശേരി വികസന വേദിയുടെ ഓപ്പൺ